ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു ഇലക്ട്രോൺ കോളേജ്. നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്ന മാത്സിലെ ട്രിഗണോമെട്രി ആണ് അല്ലേ. അപ്പോൾ ട്രിഗണോമെട്രീൻ്റെ അടുത്ത ഒരു ക്ലാസ്സാണ്. നമ്മളപ്പം ഇതുവരെ ഡിസ്കസ് ചെയ്തത് നമ്മൾ റൂളുകൾ വരെയാണ് അല്ലേ. അപ്പോൾ റൂൾസിൻ്റെ നമ്മൾ സൈൻ ഓഫ് എന്ന് പറഞ്ഞിട്ടാണ് നമ്മൾ നിർത്തിയത്. അപ്പോൾ അതിന് കണ്ടിന്യൂഷനായിട്ടാണ് പോവുക. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യலாம் നോക്കാം. ഓക്കെ, അപ്പോൾ നമ്മളിവിടെ പറഞ്ഞത് നമ്മുടെ സൈനും നമ്മുടെ സൈൻ്റെ ചേഞ്ച് വരുന്നത് പറഞ്ഞു അല്ലേ. അതെങ്ങനെയാണ് കോസ് ആവുന്നത്, ഓഡ് ഇൻറ്റിജർ ആകുമ്പോൾ കോസ് ആവും, അല്ലെങ്കിൽ നമ്മളെ സൈൻ നമ്മുടെ ട്രിഗ്നോമെട്രിക് റേഷ്യോ മാറും. ഇനി ഈവൺ ആണെങ്കിൽ അതുപോലെ തന്നെ നിൽക്കും എന്ന് പറഞ്ഞു അല്ലേ. പിന്നെ ക്വാഡ്രൻറ്റിൽ ASTCൻ്റെ റൂളുകൾ പഠിച്ചു അല്ലേ. ഇനി നമ്മൾ അത് ഓരോ ക്വാഡ്രൻറ്റിലും എങ്ങനെയാണ് വരിക എന്നുള്ളതാണ് നമ്മൾ എന്ത് ചെയ്യാൻ പോകുന്നത്, നോക്കാൻ വേണ്ടി പോകുന്നു. ഓക്കെ, അപ്പോൾ നമ്മൾ ആദ്യം തന്നെ ഓരോ ഇൻസ്റ്റൻറ്റുകൾ അല്ലെങ്കിൽ ഓരോ കാര്യങ്ങൾ നമുക്ക് എന്ത് ചെയ്യാം നോക്കാം. ഓക്കെ, അപ്പോൾ ഞാൻ ജസ്റ്റ് ഒരു 4 ടേബിൾ ആർ കോളം വരക്കുവാണ്. ഓക്കെ, ഇതിൽ തന്നെ എല്ലാം ഉണ്ടാവും. അപ്പം ഫസ്റ്റ്ലി നമുക്ക് പറയാനുള്ള അല്ലെങ്കിൽ നമ്മൾ ചെയ്യാനുള്ള സാധനം, ഫസ്റ്റത്തെ കാര്യം സൈൻ ഓഫ് മൈനസ് തീറ്റ എന്ന് പറയുന്ന സാധനം എന്തായിരുന്നു, മൈനസ് സൈൻ തീറ്റ. ഇത് കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞതാണ്. അതുപോലെ കോസ് ഓഫ് മൈനസ് തീറ്റ എന്ന് പറഞ്ഞ സാധനവും പറഞ്ഞു. എന്താണ്, കോസ് തീറ്റയാണ്. ടാൻ ഓഫ് മൈനസ് തീറ്റ എന്ന് പറയുന്നത് എന്താണ്, മൈനസ് ടാൻ തീറ്റ. ഈ 3 റിസൾട്ടുകൾ ഓർക്കണം, ശരിയല്ലേ. ഇനി ഞാൻ ജസ്റ്റ് തുടങ്ങിയത് ഇതിലാണ്. സൈൻ ഓഫ് 90 മൈനസ് തീറ്റ എന്താണ് എന്നുള്ളതാണ് ചോദ്യം അല്ലേ. അപ്പോൾ അതിന് നമ്മുടെ ആ ക്വാഡ്രൻറ്റ് ഞാൻ ജസ്റ്റ് ഒന്നും കൂടി ഒന്ന് വരയ്ക്കാം. അപ്പം കുറച്ചും കൂടി നമുക്ക് ക്ലിയർ ആവും അല്ലേ. അപ്പം ഈ ക്വാഡ്രൻറ്റ് പ്രകാരം ഇതാണ് നമ്മുടെ 4 ക്വാഡ്രൻറ്റ്സ്. ഇതാണ് നമ്മുടെ 4 ആംഗിൾസ്, 0, 90, 180, 270, 0 അല്ലെങ്കിൽ 360 ഡിഗ്രീസ്. ഓക്കെ, ദിസ് ഈസ് യുവർ ഫസ്റ്റ് ക്വാഡ്രൻറ്റ്, ദിസ് ഈസ് യുവർ സെക്കൻഡ് ക്വാഡ്രൻറ്റ്, ദിസ് ഈസ് യുവർ തേർഡ് ക്വാഡ്രൻറ്റ്, ദിസ് ഈസ് യുവർ ഫോർത്ത് ക്വാഡ്രൻറ്റ്. ഇതിൽ വരുന്ന കാര്യങ്ങൾ ആ കോഡ് പറയുന്നു ASTC അല്ലേ. അപ്പോൾ നമ്മളോട് ചോദിച്ചിരിക്കുന്ന ചോദ്യം 90 മൈനസ് തീറ്റയാണ്. ഓക്കെ, അപ്പോൾ തീറ്റ ഉണ്ട്, പക്ഷേ തീറ്റ ഏതിൻ്റെ ഉള്ളിലാണ്, 90ൻ്റെ ഉള്ളിലാണ്. അതായത് 90ൻ്റെയും തീറ്റ എന്ന് പറഞ്ഞാൽ അപ്പോൾ ഏകദേശം 90 മൈനസ് തീറ്റ എന്ന് പറഞ്ഞാൽ ഈ ഇവിടെയാണ് വരിക, ഫസ്റ്റ് ക്വാഡ്രൻറ്റിലാണ് വരുന്നത്. അതായത് 90 മൈനസ് തീറ്റ എന്ന് പറഞ്ഞാൽ ഏത് ക്വാഡ്രൻറ്റിലാണ് വരുന്നത്, ഫസ്റ്റ് ക്വാഡ്രൻറ്റിലാണ് വരുന്നത് അല്ല, ഇവിടെയല്ല വരുന്നത്. 90 മൈനസ് തീറ്റയിൽ ഇങ്ങനെയല്ല വരിക. അപ്പോൾ ഫസ്റ്റ് ക്വാഡ്രൻറ്റിൽ നമ്മളെ പ്രോപ്പർട്ടി എന്താണ്, ഓൾ A ആണ്. അപ്പോൾ ഓൾ ആർ പോസിറ്റീവ് ഇൻ യുവർ ഫസ്റ്റ് ക്വാഡ്രൻറ്റ്. അപ്പോൾ നിങ്ങളുടെ റിസൾട്ട് എന്ത് വന്നാലും പോസിറ്റീവാണ്. അതാണ് ഒന്നാമത്തെ അസംപ്ഷൻ. പിന്നെ ഒരു പ്രശ്നം, 90 ആണ് വന്നിരിക്കുന്നത്. 90 എന്ന് പറയുന്ന സാധനം നമ്മുടെ ഷിഫ്റ്റ് 8 ഡിഗ്രി ഷിഫ്റ്റ്. 90 എന്ന് പറയുന്ന സാധനം N1 അല്ലേ. കാരണം നമ്മൾ ഇന്നലെ പഠിച്ചിരുന്നു സൈൻ ഓഫ് N × 90 പ്ലസ് ഓർ മൈനസ് തീറ്റ എന്ന് പറഞ്ഞാൽ N ഓടാവുമ്പോൾ, അതായത് 1, 3, 5 മുതലായ സാധനങ്ങളാവുമ്പോൾ ഇതിൻ്റെ റിസൾട്ട് ഇതിലെ വരുന്നത് പ്ലസ് ഓർ മൈനസ് കോസ് തീറ്റ അല്ലേ. ഈ പ്ലസ് ഓർ മൈനസ് അറിയാനാണ് നമ്മൾ ഈ ക്വാഡ്രൻറ്റ് നോക്കിയത്. അപ്പോൾ അതിൽ ക്ലിയർ ആയി, ഫസ്റ്റ് ക്വാഡ്രൻറ്റിലെല്ലാം പോസിറ്റീവ് ആണെന്ന് പറഞ്ഞാൽ അത് ഓക്കെ, പ്രശ്നമില്ല. അപ്പോൾ എല്ലാത്തിൻ്റെ ആൻസറും പ്ലസ് ആയിരിക്കും. പക്ഷേ ഇവിടെ 1 നമ്മൾ ഇവിടെ ചോദിച്ചിരിക്കുന്നത് 90 ആണ്. അതിനർത്ഥം N എത്രയാണ്, 1 ആണ്. അപ്പം നമ്മൾ എന്ത് ചെയ്യണം, ഈ ഇൻവേർട്ട് ചെയ്യണം അല്ലേ. സൈനുള്ള സാധനങ്ങൾ എന്താവും, കോസ് ആവും. അതുപോലെ തന്നെ കോസുള്ള സാധനങ്ങൾ എന്താവും, സൈൻ ആവും. ക്ലിയർ. സിമിലർലി ടാനുള്ള സാധനങ്ങൾ എന്താവും, കോട്ടാവും. ക്ലിയർ. അപ്പോൾ ആ ഒരു പോയിന്റ് നമ്മൾ ഓർത്തിരിക്കണം. അപ്പോൾ അതിനനുസരിച്ച് നമ്മൾ ഇവിടെ എഴുതുമ്പോൾ എന്താണ് ആൻസർ വരിക, സൈൻ ഓഫ് 90 മൈനസ് തീറ്റ എന്ന് പറയുന്നതിൻ്റെ ആൻസർ എന്താണ് വരിക, ഇറ്റ് വിൽ ബി കോസ് തീറ്റ എന്ന് ഉറപ്പിക്കാം. സൈൻ എന്തായിരിക്കും, ഓൾ പോസിറ്റീവ് ആണ്, അതുകൊണ്ട് പോസിറ്റീവ് തന്നെ. ക്ലിയർ. ഇനി അടുത്തത് ഇതുപോലെ ഏതൊക്കെ എഴുതണം നമ്മൾ, കോസ് ഓഫ് 90 മൈനസ് തീറ്റ. അപ്പോൾ 90 വന്നതുകൊണ്ട് ഓടാണ്, ഓട് വന്നതുകൊണ്ട് തന്നെ കോസ് മാറിയിട്ട് എന്താവും, കോസ് മാറിയിട്ട് എന്താവും, സൈൻ തീറ്റ ആവും. ശരിയല്ലേ, എല്ലാം പോസിറ്റീവാണ് നമ്മൾ പഠിച്ചു. അതുപോലെ സിമിലർലി ടാൻ ഓഫ് 90 മൈനസ് തീറ്റ എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും, ഇറ്റ് വിൽ ബി കോട്ട് തീറ്റ, എല്ലാം പോസിറ്റീവാണ്. ക്ലിയർ. ഇങ്ങനെ വേണം നമ്മൾ കണ്ടുപിടിക്കുന്നത്. അടുത്തത് സൈൻ ഓഫ് 90 പ്ലസ് തീറ്റ, അതുപോലെ കോസ് ഓഫ് 90 പ്ലസ് തീറ്റ, അതുപോലെ ടാൻ ഓഫ് 90 പ്ലസ് തീറ്റ. 90 വന്നു, ഓടാണ്, ഉറപ്പിച്ചല്ലോ. 90 വന്നു, ഓടാണ്, അതിലൊന്നും സംശയമില്ല. അപ്പോൾ ഓടായതുകൊണ്ട് തന്നെ സൈൻ ചേഞ്ച് അല്ല, നമ്മളെ സൈൻ ഇത് മാറും. സൈൻ ആയിട്ട് എന്താവും, കോസ് ആവും.
ട്രിഗണോമെട്രിക് റേഷ്യോ മാറും അല്ലേ. അപ്പോൾ ഇതിൻ്റെ ഒക്കെ ആൻസർ എന്തായിരിക്കും? ഇത് കോസ് തീറ്റ, ഇതെന്തായിരിക്കും സൈൻ തീറ്റ, ഇതെന്തായിരിക്കും കോഡ് തീറ്റ. അതിലൊന്നും കൺഫ്യൂഷൻ ഇല്ല. ഇനി മൈനസോ പ്ലസ് ആണെന്ന് അറിയേണ്ട ആവശ്യമുള്ളൂ അല്ലേ. അതിനെ നമുക്ക് നോക്കാം. അപ്പം സൈൻ 90 പ്ലസ് തീറ്റയാണ്. ഇതാ 90 പ്ലസ് തീറ്റ ഇവിടെ അല്ലേ. 90 ഇത് 90 മൈനസ് തീറ്റ ആകുമ്പോൾ ഇവിടെ വരും, 90 പ്ലസ് തീറ്റ ആകുമ്പോൾ ഇവിടെ വരും. അപ്പോൾ ഏതാ ക്വാഡ്രൻറ്റ്? സെക്കൻഡ് ക്വാഡ്രൻറ്റിൽ. സെക്കൻഡ് ക്വാഡ്രൻറ്റിൽ ഏതാ പോസിറ്റീവ്? എസ് ആണ് പോസിറ്റീവ്. എസ് മീൻസ് സൈനും പോസിറ്റീവാണ്, അതുപോലെ ഏതും പോസിറ്റീവാണ്. കൊസീക്കൻ തീറ്റയും പോസിറ്റീവാണ്, ബാക്കിയെല്ലാം നെഗറ്റീവ്. അപ്പോൾ ഇവിടെ ഏത് പോസിറ്റീവ്? സൈൻ പോസിറ്റീവ് മാത്രമേ ഉള്ളൂ അല്ലേ. സൈനും കൊസീക്കും തീറ്റയും പോസിറ്റീവും, ബാക്കിയെല്ലാം എന്താണ്? നെഗറ്റീവാണ്. അപ്പോൾ ആൻസർ വിൽ ബി നമ്മൾ അപ്പോൾ പിന്നൊരു കാര്യം ഓർക്കേണ്ടത്, നമ്മൾ ഏത് ആംഗിളാണ് ആൻസർ ഇങ്ങനെ എഴുതും, പക്ഷേ ഏത് ആംഗിൾ വിത്ത് റെസ്പെക്റ്റുമാണ് ചോദിക്കുന്നത് നോക്കണം. അപ്പോൾ സൈൻ ഓഫ് 90 മൈനസ് തീറ്റ എന്ന് പറഞ്ഞാൽ കോസ് തീറ്റ. അപ്പോൾ സൈനാണ് സെക്കൻഡ് ക്വാർട്ടറിൽ നോക്കേണ്ടത്. അപ്പോൾ ഇതാണ് മൈനസ്, സോറി ഇതാണ് എന്ത്? പ്ലസ്. ക്ലിയർ? അവിടെ സൈനാണ് പോസിറ്റീവ്, ബാക്കിയുള്ള ഈ രണ്ടെണ്ണ സാധനങ്ങളാണ് എന്ത്? നെഗറ്റീവ്. അപ്പോൾ ഇതിൻ്റെ ആൻസറുകളാണ് എന്ത് ചെയ്യുക? നെഗറ്റീവ് ആവുക. ഓക്കെ, അപ്പം ഇത് നെഗറ്റീവ്, ഇത് നെഗറ്റീവ്. ക്ലിയർ? പറഞ്ഞാൽ മനസ്സിലായി. അപ്പോൾ നമ്മൾ ഏതാണ് ക്വസ്റ്റ്യൻ? അപ്പോൾ സൈൻ ഓഫ് 90 പ്ലസ് തീറ്റ ആണ് ചോദിച്ചിട്ടുണ്ടെങ്കിൽ അവിടെ സൈൻ പോസിറ്റീവ് ആണെന്ന് അറിയാം. അപ്പോൾ അതിൻ്റെ ആൻസർ പോസിറ്റീവോ. ഇനി ഇത് കോസും ടാനോ ചോദിക്കുന്നത്. അപ്പോൾ കോസും ടാനും ആ ക്വാഡ്രൻറ്റിൽ എന്തല്ല? പോസിറ്റീവ് അല്ല, നെഗറ്റീവ് ആണ്. അപ്പോൾ അതിൻ്റെ ആൻസർ എന്താവും? നെഗറ്റീവ് ആവും. ഓക്കെ, അടുത്തത് അതൊരെണ്ണം കൂടി ചെയ്യുമ്പോൾ ക്ലിയർ ആവും. അത് അടുത്തത് സൈൻ ഓഫ് 180 മൈനസ് തീറ്റ, അതുപോലെ കോസ് ഓഫ് 180 മൈനസ് തീറ്റ, അതുപോലെ ടാൻ ഓഫ് 180 മൈനസ് തീറ്റ. ഇതെന്തായിരിക്കും എന്നുള്ളതാണ് ചോദ്യം അല്ലേ. അപ്പം ഇവിടെ നമുക്ക് ഇത് വെച്ച് അനലൈസ് ചെയ്യാം. ഇവിടെ സൈൻ ഓഫ് n × 90 എന്ന് പറയുന്ന സ്ഥലത്ത് ഇത് എന്താണ് സംഭവം? ഇത് സൈൻ 2 അല്ലേ, n2 അല്ലേ. n2 × 90 എന്ന് പറഞ്ഞാലാണ് 180 ആവുക, ശരിയല്ലേ. അപ്പം n ഈവൺ ആവുമ്പോൾ, അതായത് 2, 4, 6 ആവുമ്പോൾ എന്ത് ചെയ്യേണ്ട? നമ്മൾ സൈൻ കൺവേർഷൻ നടത്തേണ്ട ആവശ്യമില്ല. നിങ്ങൾക്ക് ഏതാണോ ആംഗിൾ തന്നിരിക്കുന്നത് അത് തന്നെ എഴുതിയാൽ മതി. ഇപ്പോൾ സൈനാണ് തന്നിരിക്കുന്നതെങ്കിൽ സൈൻ തന്നെ എഴുതിയാൽ മതി, കോസ് ആണ് തന്നെങ്കിൽ കോസ് തന്നെ എഴുതാം, ടാൻ ആണെങ്കിൽ ടാൻ. അപ്പോൾ അതിലൊന്നും തറക്കില്ല അല്ലേ. അപ്പോൾ ആൻസർ എന്ത് തന്നെയാണ്? നിങ്ങൾക്ക് ഏതാണോ ക്വസ്റ്റ്യനിൽ തന്നാൽ അത് തന്നെ. അപ്പോൾ സൈൻ ഓഫ് 180 മൈനസ് തീറ്റ എന്ന് പറഞ്ഞാൽ സൈൻ തീറ്റ തന്നെ, കോസ് ഓഫ് 180 എന്ന് എഴുതുമ്പോൾ കോസ് തീറ്റ തന്നെ, ടാൻ ഓഫ് 180 ടാൻ തീറ്റ തന്നെ. ഇനി സൈൻ്റെ കാര്യമല്ലേ പ്രശ്നമുള്ളൂ, അത് ക്വാഡ്രൻ്റ് നോക്കിയാൽ പോരെ. അപ്പോൾ സൈൻ 180 മൈനസ് തീറ്റ എന്ന് പറഞ്ഞാൽ എവിടെ വരിക? ഇതാണ് 180 മൈനസ് തീറ്റ ഇവിടെയല്ലേ വരിക. വീണ്ടും ഏത് ക്വാഡ്രൻ്റിൽ തന്നെ? സെക്കൻഡ് ക്വാഡ്രൻ്റിൽ തന്നെ. അപ്പോൾ സെക്കൻഡ് ക്വാഡ്രൻ്റിൽ ഏത് മാത്രമേ പോസിറ്റീവ് ഉള്ളൂ? സൈൻ മാത്രമേ പോസിറ്റീവ് ഉള്ളൂ, ബാക്കി രണ്ടും എന്താണ്? നെഗറ്റീവാണ്. അപ്പോൾ സൈനുള്ള സ്ഥലത്ത് പോസിറ്റീവിടെ, ബാക്കിയുള്ളതൊക്കെ എന്താണ്? നെഗറ്റീവ്. അപ്പോൾ സൈൻ്റെ ടേമുള്ള സ്ഥലത്ത് പോസിറ്റീവ്, ബാക്കി രണ്ടെണ്ണം എന്താണ്? നെഗറ്റീവാണ്. ക്ലിയർ അല്ലേ? നിങ്ങൾ ഒരു കാര്യം അനലൈസ് ചെയ്താൽ നിങ്ങൾക്ക് മനസ്സിലാവും, ഇതേ റിസൾട്ട് തന്നെയാണ് ഈ റിസൾട്ട്. ഓക്കെ, ശരിയല്ലേ? സൈൻ ഓഫ് 90 പ്ലസ് തീറ്റ തന്നെയാണ് സൈൻ ഓഫ് 180 മൈനസ് തീറ്റ. കാരണം രണ്ടും ഏത് ക്വാഡ്രൻ്റിലായിരുന്നു വരുന്നത്? സോറി, സൈൻ ഓഫ് ഇതിൻ്റെ ഇതല്ല, സെയിം റിസൾട്ട് അല്ല, ഇതിൻ്റെ നെഗറ്റീവ് സൈനുകളുടെ റിസൾട്ട് കേട്ടോ. സെയിം റിസൾട്ട് അല്ല, കാരണം മാറുമല്ലോ. അപ്പോൾ ഇത് രണ്ടും ഏത് ക്വാഡ്രൻ്റിലാണ്? ഇത് സെക്കൻഡ് ക്വാഡ്രൻ്റിലാണ്, ഇതും ഏത് ക്വാഡ്രൻ്റിലാണ്? സെക്കൻഡ് ക്വാഡ്രൻ്റിലാണ്. ഓക്കെ, അതുകൊണ്ടാണ് ഈ സൈനിൻ്റെ ഈ ടേംസിൽ നമുക്ക് എന്ത് ചെയ്യുന്നത്? പോസിറ്റീവ് വരുന്നത്, ബാക്കി എല്ലാത്തിനും എന്ത് ചെയ്യുക? നെഗറ്റീവ് വരും. ഓക്കെ, പിന്നെ ഇൻവേർഷൻ ചെയ്യേണ്ട, 90 വന്ന് ഇൻവേർട്ട് ചെയ്യുക, 180 വന്ന് ഇൻവേർട്ട് ചെയ്യേണ്ട. ക്ലിയർ? അതുപോലെ സിമിലർലി അടുത്തത് സൈൻ ഓഫ് 180 പ്ലസ് തീറ്റ, അതുപോലെ കോസ് ഓഫ് 180 പ്ലസ് തീറ്റ, അതുപോലെ ടാൻ ഓഫ് 180 പ്ലസ് തീറ്റ എന്താണെന്ന് നമുക്ക് നോക്കാം. ക്ലിയർ? അപ്പം ഇതും നേരത്തെ അതേപോലെ തന്നെയാണ് വരിക. സൈൻ 180 ആയതുകൊണ്ട് തന്നെ ഈവൺ ആയതുകൊണ്ട് തന്നെ നമുക്ക് ട്രിഗണോമെട്രിക് റേഷ്യോയിൽ മാറ്റം വരുന്നില്ല. അപ്പോൾ എന്താണ് ക്വസ്റ്റ്യൻ അത് തന്നെയായിരിക്കും ആൻസർ. അപ്പോൾ ആൻസർ വിൽ ബി സൈൻ തീറ്റ, കോസ് തീറ്റ, ടാൻ തീറ്റ. സൈൻ മാത്രമേ നോക്കാനുള്ളൂ. നോക്കാം. 180 പ്ലസ് തീറ്റ എന്ന് പറയുമ്പോൾ ഇത് 180 പ്ലസ് തീറ്റ. ഇതാണ് ക്വാഡ്രൻറ്റ്. ഏതാണ് ക്വാഡ്രൻറ്റ്? തേർഡ് ക്വാഡ്രൻറ്റ്. ഇവിടെ ആരാണ് പോസിറ്റീവ്? ടാൻ ആണ് പോസിറ്റീവ്. ടാനും കോട്ടും പോസിറ്റീവ്. അപ്പോൾ ടാനുള്ള സാധനം മാത്രം പോസിറ്റീവ്, ബാക്കിയെല്ലാം നെഗറ്റീവ്. അപ്പോൾ ഇവിടെ ടാനുള്ള സാധനം ഇതാണ്. അപ്പോൾ ഇതാണ് ടാനുള്ള സാധനം. അപ്പോൾ ഇത് പോസിറ്റീവ് ആയിരിക്കും, ബാക്കി രണ്ട് നെഗറ്റീവ്. കഴിഞ്ഞു. ക്ലിയർ? ഇനി ഇതുപോലെ തന്നെ അടുത്തത് സൈൻ ഓഫ് 270 മൈനസ് തീറ്റ, കോസ് ഓഫ് 270 മൈനസ് തീറ്റ,
അതുപോലെ ടാൻ ഓഫ് 270 മൈനസ് തീറ്റ എന്താണെന്ന് നോക്കാം. അപ്പം സൈൻ ഓഫ് 270 മൈനസ് തീറ്റ 270 എന്ന് പറയുമ്പം ഏതാണ് n എത്ര വരും? n 3 വരും. n 3 × 90 ആണ് 270. അപ്പോൾ n ഓട് വരുമ്പോൾ എന്ത് ചെയ്യണം? സൈൻ്റെ കൺവേർഷൻ നടത്തണം അല്ലേ? അപ്പോൾ സൈനുള്ളതൊക്കെ എന്തായിരിക്കും ആൻസർ വരിക? സൈനുള്ള ആൻസർ എന്താവും? ഇറ്റ് വിൽ ബി കോസ് തീറ്റ. കോസ് ഉള്ളത് എന്താവും? സൈൻ തീറ്റ. ടാൻ ഉള്ളത് എന്താവും? കോസ് തീറ്റ. ക്വാഡ്രൻറ്റ് നോക്കുക, 270 മൈനസ് തീറ്റയാണ്. 270 മൈനസ് തീറ്റ എന്ന് പറഞ്ഞാൽ അതാ ഇവിടെയാണ് ക്വാഡ്രൻറ്റ് വരിക. ഇവിടെ നേരത്തെ പറഞ്ഞ പോലെ ടാൻ മാത്രമേ പോസിറ്റീവ് ഉള്ളൂ, ബാക്കി രണ്ട് നെഗറ്റീവ്. അപ്പോൾ ടാനുള്ള സാധനം പോസിറ്റീവ്, ബാക്കിയുള്ളതൊക്കെ നെഗറ്റീവ്. ക്ലിയർ? ഇതാണ് എൻ്റെ കൺസെപ്റ്റ്. അപ്പോൾ ഇത് രണ്ടും ഏത് ക്വാഡ്രൻറ്റിലാണ് വരുന്നത്? തേർഡ് ക്വാഡ്രൻറ്റിലാണ് ഇത് രണ്ടും വരുന്നത്. ഓക്കെ, ഇനി ലാസ്റ്റ് സെറ്റ് സൈൻ ഓഫ് 360 മൈനസ് തീറ്റ, അതുപോലെ തന്നെ സൈൻ ഓഫ് 360 മൈനസ് തീറ്റ, അതുപോലെ ടാൻ ഓഫ് 360 മൈനസ് തീറ്റ. അപ്പോൾ ഇതേതാ ക്വസ്റ്റ്യൻ? സൈൻ ഓഫ് 360 മൈനസ് തീറ്റയാണ്. ഓക്കെ, അപ്പോൾ സൈൻ ഓഫ് 360 മൈനസ് തീറ്റ എന്ന് പറഞ്ഞാൽ ഏതാണ് ക്വാഡ്രൻറ്റ്? ഇതാണ് ക്വാഡ്രൻറ്റ്. ഇതൊന്നെങ്കിൽ സൈൻ ഓഫ് 360 മൈനസ് തീറ്റ എന്ന് പറയാം, അല്ലെങ്കിൽ സൈൻ ഓഫ് 270 പ്ലസ് തീറ്റ എന്ന് പറയാം. ശരിയല്ലേ? സൈൻ ഓഫ് 270 പ്ലസ് തീറ്റയാലും സൈൻ ഓഫ് 360 മൈനസ് തീറ്റയാലും ഒരേ ക്വാഡ്രൻറ്റ് തന്നെയാണ് വരിക അല്ലേ? ശരിയല്ലേ? അപ്പം ഒന്നെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? 270 പ്ലസ് തീറ്റ എന്ന് എഴുതാം, അല്ലെങ്കിൽ 360 മൈനസ് തീറ്റ എന്ന് എഴുതാം. രണ്ടും ഒരേ സാധനം തന്നെയാണ് വരിക. ഓക്കെ, അപ്പം രണ്ടായാലും നമുക്ക് എന്താണ് വരിക? 270 പ്ലസ് തീറ്റ ആകുമ്പോൾ വേറെ പ്രശ്നമുണ്ട്. 270 പ്ലസ് തീറ്റ ആകുമ്പോൾ ക്വാഡ്രൻറ്റ് സെയിം ആണെങ്കിലും ആൻസർ സെയിം ആവില്ല. കാരണം എന്താണ്? 270 പ്ലസ് തീറ്റ നിങ്ങളങ്ങനെ എഴുതണ്ട, കാരണം തെറ്റിപ്പോവും. ഒരേപോലെ എഴുതണ്ട. ഞാൻ ക്വാഡ്രൻറ്റ് സെയിം ആയതുകൊണ്ട് പറഞ്ഞതാണ്. എന്താണ് ഇത് തെറ്റിപ്പോന്ന് പറഞ്ഞാൽ എന്തുകൊണ്ടാണ്? കാരണം അതിൻ്റെ ഇൻവേർഷനാണ് വരിക. ശരിയല്ലേ? അപ്പോൾ നമുക്ക് തൽക്കാലം ഇപ്പോൾ 360 മൈനസ് തീറ്റ നോക്കാം. ഓക്കെ, അപ്പോൾ 360 മൈനസ് തീറ്റ എന്ന് പറയുമ്പോൾ ഇറ്റ് വിൽ ബി കൺവേർഷൻ വരുന്നില്ല, സെയിം ആൻസർ തന്നെ വരിക. സൈൻ തീറ്റ, ദെൻ ഇത് കോസ് ആണല്ലേ, കോസ് തീറ്റ, ദെൻ ടാൻ തീറ്റ. ഓക്കെ, ഇനി 360 മൈനസ് തീറ്റ എന്ന് പറയുമ്പോൾ ഇതാണ് ക്വാഡ്രൻറ്റ്. ഈ ക്വാഡ്രൻറ്റിൽ ഏതാണ് പോസിറ്റീവ്? കോസിൻ്റെ ടേംസ് ആണ് എന്ത്? പോസിറ്റീവ്. കോസും സീക്കും ബാക്കിയൊക്കെ നെഗറ്റീവാണ്. അപ്പോൾ കോസ് മാത്രമാണ് എന്ത്? പോസിറ്റീവ്, ബാക്കിയെല്ലാം നെഗറ്റീവ്, രണ്ട് നെഗറ്റീവ്. ക്ലിയർ? ഇനി ലാസ്റ്റ് വൺ എഴുതുന്നത് സൈൻ ഓഫ് 360 പ്ലസ് തീറ്റയും കോസ് ഓഫ് 360 പ്ലസ് തീറ്റയുമാണ്, അതുപോലെ ടാൻ ഓഫ് 360 പ്ലസ് തീറ്റ. ശരിയല്ലേ? 360 പ്ലസ് തീറ്റ എന്ന് പറഞ്ഞാൽ ഏതാ ക്വാഡ്രൻറ്റ്? ഇതാണ് ക്വാഡ്രൻറ്റ്. ഇവിടെ എല്ലാം പോസിറ്റീവാണ്. അപ്പോൾ ആൻസർ കംപ്ലീറ്റ് പോസിറ്റീവ് ആയിരിക്കും എന്ന് മനസ്സിലാക്കുക. ഇതിൽ ചേഞ്ചുകളൊന്നും വരുന്നില്ല അല്ലേ? അപ്പോൾ ഏതന്നെ വരിക? സൈൻ തീറ്റ, കോസ് തീറ്റ, ടാൻ തീറ്റ. ക്ലിയർ? ഇനി നമുക്ക് ആ 270ൻ്റെയും കൂടി ജസ്റ്റ് ഒന്ന് എഴുതാം. നമ്മളെല്ലാം എഴുതിയ സ്ഥിതിക്ക് ഇതിൻ്റെ 270 പ്ലസ് തീറ്റയും കൂടി എഴുതാം. അപ്പം സൈൻ ഓഫ് 270 പ്ലസ് തീറ്റ, കോസ് ഓഫ് 270 പ്ലസ് തീറ്റ, ടാൻ ഓഫ് 270 പ്ലസ് തീറ്റ. അപ്പം ഇതാകുമ്പോൾ എന്താണ്? സൈൻ ആകുമ്പോൾ കൺവേർഷൻ സംഭവിക്കും. അപ്പോൾ ആൻസറുകൾ എത്ര? കോസ് തീറ്റ, സൈൻ തീറ്റ, കോഡ് തീറ്റ. 270 പ്ലസ് തീറ്റ എന്ന് പറയുമ്പോൾ ഇതാണ് ക്വാഡ്രൻറ്റ്. ഇവിടെ ആര് മാത്രമേ പോസിറ്റീവ് ഉള്ളൂ? കോസിൻ്റെ ടേം മാത്രമേ പോസിറ്റീവ് ഉള്ളൂ, ബാക്കിയെല്ലാം എന്താണ്? നെഗറ്റീവ്. ക്ലിയർ? അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? നമ്മളെല്ലാ ക്വാഡ്രൻറ്റിലെയും അതിൻ്റെ ആൻസറുകൾ അപ്ലൈ ചെയ്ത് കണ്ടുപിടിക്കുന്നത്. ഈ ഒരു സാധനം തറവാണെങ്കിൽ നിങ്ങൾക്ക് എല്ലാ പ്രോബ്ലം വളരെ എളുപ്പത്തിൽ എന്ത് ചെയ്യാം? ചേഞ്ച് ചെയ്യാം. ഓക്കെ, അപ്പോൾ നമുക്ക് ഓരോ പ്രോബ്ലത്തിലായിട്ട് എന്ത് ചെയ്യാം? നോക്കാം. ഫസ്റ്റ് വൺ സൈൻ 300. രണ്ട് തരത്തിൽ എഴുതാം. എങ്ങനെയൊക്കെ എഴുതാം? ഒന്നാമത് സൈൻ 360 മൈനസ് തീറ്റ. തീറ്റ എന്ന് പറഞ്ഞാൽ ഇവിടെ തീറ്റ 60 ആവണം, എന്നാലേ സൈൻ 300 കിട്ടുള്ളൂ. അല്ലെങ്കിൽ സൈൻ 270 പ്ലസ് 30. രണ്ട് തരത്തിലും എഴുതാം, രണ്ടും കറക്റ്റ് തന്നെയാണ് അല്ലേ? അപ്പം ഇതിൽ വെച്ച് നോക്കുമ്പോൾ സൈൻ 360 മൈനസ് 60 എന്ന് പറയുന്ന സാധനം നമ്മൾക്ക് എന്താണ് ആൻസർ വരിക? സൈനിൽ തന്നെയാണ് വരിക. 360 ആകുമ്പോൾ ചേഞ്ച് വരുത്തേണ്ട ആവശ്യമില്ല അല്ലേ? അപ്പോൾ ഏത് തന്നെ വരിക? സൈൻ 60 തന്നെയാണ് വരിക.
പക്ഷേ ക്വാഡ്രൻറ്റ് നോക്കുമ്പോൾ ഏതാ വരിക? സൈൻ 360 മൈനസ് തീറ്റ എന്ന് പറയുമ്പോൾ ഫോർത്ത് ക്വാഡ്രൻ്റാണ് വരിക അല്ലേ? 360 മൈനസ് ഫോർത്ത് ക്വാഡ്രൻറ്റിൽ കോസ് മാത്രമേ പോസിറ്റീവ് ഉള്ളൂ. അപ്പോൾ ആൻസർ എന്താണ്? മൈനസ് ആണ് വരിക. ഷുവർ ആൻസർ വിൽ ബി മൈനസ് √3/2. കാരണം സൈൻ 60 എന്ന് പറഞ്ഞാൽ എത്രയാണ്? √3/2 ആണ്. സോ ആൻസർ മൈനസ്. ഇനി ഇത് നോക്കൂ, ഇത് വെച്ച് നോക്കൂ. ഇതാകുമ്പോൾ സൈൻ 270 ആണ്. 270 വെച്ചാൽ സൈൻ ട്രിഗ്നോമെട്രിക് റേഷ്യോ മാറണം. അപ്പോൾ അത്ര വരും കോസ് ഈ ആംഗിൾ കോസ് 30. ഓക്കെ, ഇനി കോസ് 30 ആകുമ്പോഴും നമ്മുടെ സൈന് നമ്മൾ നോക്കണം. 270 ആണിത്. 270 പ്ലസ് തീറ്റ ഈ ക്വാഡ്രൻ്റ് തന്നെ ഫോർത്ത് ക്വാഡ്രൻ്റ്. അപ്പോൾ സൈനിൽ ഇത് സൈനാണ്. അപ്പോൾ സൈൻ ചേഞ്ച് വേണം. മൈനസ് കോസ് 30. കോസ് 30 എന്ന് പറഞ്ഞാൽ എത്രയാണ്? √3/2 മൈനസ്. ആൻസർ സെയിം ആണ് വരിക. ക്ലിയർ ആയോ? ഈ ഒരു രീതിയിൽ വേണം നമ്മൾ എന്ത് ചെയ്യാൻ? പ്രോബ്ലങ്ങളെ അപ്രോച്ച് ചെയ്യാൻ. ഏത് ക്വാഡ്രൻ്റ് വേണമെങ്കിൽ എടുത്ത് ചെയ്യാം. നിങ്ങളെ സൗകര്യാർത്ഥം ഏത് വേണമെങ്കിലും ചെയ്യാം. ഓക്കെ, ഒരു ക്വസ്റ്റ്യൻ കൂടി നോക്കാം. tan 150. ഇനി മുതൽ ഒരെണ്ണം ചെയ്യുള്ളൂ. നിങ്ങൾക്ക് വേണമെങ്കിൽ രണ്ടും പരീക്ഷിക്കാം. ഓക്കെ, അപ്പോൾ tan 150 എന്ന് പറഞ്ഞാൽ എന്ത് ചെയ്താൽ ഞാൻ 180 മൈനസ് തീറ്റ എന്ന് എഴുതാം. 180 മൈനസ് തീറ്റ എന്ന് വെച്ചാൽ നമ്മൾ ട്രിഗ്നോമെട്രി സാധനം മാറണ്ട. എന്താണ് ആൻസർ? tan 30. ഇനി ക്വാഡ്രൻ്റ് മാത്രമേ നോക്കാനുള്ളൂ. 180 മൈനസ് തീറ്റ എന്ന് പറയുമ്പോൾ ഇതാണ് ക്വാഡ്രൻ്റ്. ഇവിടെ ഏതാണ്? സൈൻ മാത്രമേ പോസിറ്റീവ് ഉള്ളൂ. അപ്പോൾ ഇത് നെഗറ്റീവ് വന്നേ പറ്റൂ. നെഗറ്റീവ് tan തീറ്റ. tan തീറ്റ എന്ന് പറഞ്ഞാൽ 1/√3. ആൻസർ -1. ക്ലിയർ? ഇനി ഇങ്ങനെ തന്നെ ചോദിക്കണമെന്നില്ല. സൈനും കോസും ചോദിക്കണമെന്നില്ല. കൊസീക്കൻ്റൊക്കെ ചോദിക്കാം. അപ്പോൾ കൊസീക്കൻ്റ് 120. അപ്പോൾ നമ്മൾ എന്തെങ്കിലും ഇതിനെ സൈനിലേക്ക് മാറ്റുക. അപ്പോൾ 1/sin 120. ക്ലിയർ? ഇനി ഈ സൈൻ 120നെ മാറ്റുക. എന്ത് ചെയ്താൽ സൈൻ ഓഫ് 180 മൈനസ് 60 എന്ന് ആക്കുക അല്ല. അപ്പോൾ 1/sin 180 മൈനസ് തീറ്റ എന്ന് പറയുമ്പോൾ ഏത് ക്വാഡ്രൻ്റ്? ഈ ക്വാഡ്രൻ്റ് വരിക. അപ്പോൾ ഏതാണ്? ആദ്യം സൈൻ 60 എന്ന് എഴുതി വെക്കുക. ചേഞ്ച് വരുന്നില്ലല്ലോ, കാരണം 180 അല്ലേ. ഇവിടെ എസ് പോസിറ്റീവാണ്. അപ്പോൾ ഇത് പോസിറ്റീവാണ്, പ്രശ്നമൊന്നുമില്ല. അപ്പോൾ 1/sin 60. സൈൻ 60 എന്ന് പറഞ്ഞാൽ √3/2. സോ ആൻസർ വിൽ ബി 2/√3. ഓക്കെ, അപ്പോൾ ഈ ഒരു മെത്തേഡിൽ വേണം ഇത് അപ്രോച്ച് ചെയ്യാൻ. അതുപോലെ ഒരെണ്ണം കൂടി ചെയ്ത് നോക്കാം. cot 750. cot 750 എന്ന് പറഞ്ഞാൽ 1/tan 750 ആണ്. വലിയ ആംഗിളൊക്കെ വരാം കേട്ടോ. 1/tan 750. അപ്പോൾ 750 എന്ന് എങ്ങനെ എഴുതാം? tan ഓഫ് 360 ആണ് നമ്മുടെ മൾട്ടിപ്പിൾ അല്ലേ. അപ്പോൾ 360 പ്ലസ് 360 രണ്ടും സെയിം റിസൾട്ടാണ് വരും. അപ്പോൾ 720 ആയി പ്ലസ് ഒരു 30 കൂടി. അപ്പോൾ ആൻസർ എന്ത് വരും? 1/tan ഓഫ് 360 പ്ലസ് 360 പ്ലസ് 30 അല്ലേ. അപ്പോൾ ഇത് രണ്ടും 0 എഫക്റ്റ് ആണ്. tan 30ൻ്റെ സാധനം നോക്കിയാൽ അപ്പോൾ 360 പ്ലസ് 30 എന്ന് പറയുമ്പോൾ ഏതാ ക്വാഡ്രൻ്റ് വരിക? 360 ഇങ്ങനെയല്ലേ വരിക? 360 പ്ലസ് 30. അപ്പോൾ ഇവിടെ എല്ലാം പോസിറ്റീവാണ്. അപ്പോൾ പ്രശ്നം വരുന്നില്ല. അപ്പോൾ tan 30. ആൻസർ വിൽ ബി 1/1/√3. സോ ആൻസർ വിൽ ബി ഈ √3 മുകളിലേക്കും. ആൻസർ വിൽ ബി √3. ക്ലിയർ? ഇങ്ങനെ തറവാക്കി പോകണം. എന്നാലും മാത്രമേ നമുക്ക് എക്സാംസിൽ ഈസി ആയിട്ട് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? ക്രാക്ക് ചെയ്യാൻ വേണ്ടി പറ്റുള്ളൂ. അപ്പോൾ ഈ ഒരു മെത്തേഡിലാണ് പോകേണ്ടത്. ഇനി ഇതിൻ്റെ മൈനസ് സൈനുള്ള കാര്യങ്ങളും വരും, ചോദിക്കും. ഫോർ എക്സാമ്പിൾ കോസ് ഓഫ് -840. അപ്പോൾ കോസ് ഓഫ് മൈനസ് തീറ്റ എന്താണെന്ന് പറയണം? കോസ് തീറ്റ. അതിനാണ് ആ റിസൾട്ട് പറഞ്ഞത്. കോസ് ഓഫ് മൈനസ് തീറ്റ എന്ന് പറഞ്ഞാൽ കോസ് തീറ്റ ആണ്. അപ്പോൾ കോസ് ഓഫ് 840 തന്നെയാണ് അതിൻ്റെ ആൻസർ അല്ല. അപ്പോൾ ഇത് നമുക്ക് എങ്ങനെ മാറ്റി എഴുതാം? കോസ് ഓഫ് 360 പ്ലസ് 360. അപ്പോൾ 720 840 പ്ലസ് 120 ചെയ്യണം. സോ ആൻസർ വിൽ ബി ഇതിൽ സൈൻ ചേഞ്ച് കൺവേർഷൻ ട്രിഗ്നോമെട്രിൻ്റെ മാറ്റങ്ങൾ വരുന്നില്ല. അപ്പോൾ എത്ര വരും? കോസ് 120 തന്നെയാണ് വരിക അല്ലേ. ഇനി ആ ക്വാഡ്രൻ്റ് മാത്രം നോക്കിയാൽ മതി. 360 പ്ലസ് തീറ്റ എന്ന് പറയുമ്പോൾ ഫസ്റ്റ് ക്വാഡ്രൻ്റാണ് വരിക. ക്വാഡ്രൻ്റിൽ സൈനിൻ്റെ പ്രശ്നങ്ങളൊന്നും എന്ത് ചെയ്യുന്നില്ല? വരുന്നില്ല അല്ലേ. അപ്പോൾ ഒന്നുകിൽ കോസ് 120 എടുക്കുക. പക്ഷേ കോസ് 120ൻ്റെ വാല്യൂ നമുക്കറിയില്ല. അപ്പോൾ അതിനെ ഒന്നും കൂടി നമ്മൾ മാറ്റണം അല്ലേ. എങ്ങനെ മാറ്റുന്നു പറഞ്ഞാൽ കോസ് 180 മൈനസ് 60ലേക്ക് മാറ്റുക. അപ്പോൾ ഇനിയാണ് നമ്മൾ ക്വാഡ്രൻ്റ് നോക്കേണ്ടത്. ഇതിലല്ല, ഈ സ്റ്റെപ്പിലല്ല, ഈ സ്റ്റെപ്പിലാണ് നോക്കേണ്ടത് കേട്ടോ. അപ്പോൾ കോസ് 180 60 മൈനസ് 60 എന്ന് പറയുമ്പോൾ ഏത് ക്വാഡ്രൻ്റ് വരിക? 180 മൈനസ് 60 ഈ ക്വാഡ്രൻ്റിൽ നമ്മുടെ സൈൻ മാത്രമേ പോസിറ്റീവ് ഉള്ളൂ. കോസ് നെഗറ്റീവാണ്. അപ്പോൾ മൈനസ് കോസ് 60. സോ ആൻസർ വിൽ ബി -1/2. കോസ് 60 എന്ന് പറഞ്ഞാൽ 1/2. ആൻസർ വിൽ ബി -1/2. ഇങ്ങനെയാണ് നെഗറ്റീവ് വരുന്ന പ്രോബ്ലങ്ങൾ അപ്രോച്ച് ചെയ്യാൻ. ഇനി നേരെ മറിച്ച് നിങ്ങൾക്ക് ഇതിന് പകരം സൈൻ ഓഫ് -225 ആണ് തന്നതെങ്കിലോ എന്തായിരിക്കും നമ്മുടെ ആൻസർ? എന്തായിരിക്കും? സൈൻ ഓഫ് മൈനസ് തീറ്റ എന്താണ്? മൈനസ് സൈൻ തീറ്റ. അപ്പോൾ മൈനസ് സൈൻ 225. ക്ലിയർ? അപ്പോൾ മൈനസ് സൈൻ ഓഫ് 225 എങ്ങനെ എഴുതാം? 180 പ്ലസ് 45 എന്ന് എഴുതാം. 180 ആയതുകൊണ്ട് ഇത് റേഷ്യോ മാറ്റേണ്ട ആവശ്യമില്ല. അപ്പോൾ ആൻസർ ഇത്ര തന്നെയാണ്, സൈൻ 45 തന്നെയാണ്. പക്ഷേ ക്വാഡ്രൻ്റ് നോക്കണം. ഇത് 180 പ്ലസ് ആയതുകൊണ്ട് തന്നെ ഏതാ ക്വാഡ്രൻ്റിൽ വരിക? ഈ ക്വാഡ്രൻ്റിലാണ് വരിക. ഈ ക്വാഡ്രൻ്റിൽ സൈൻ എന്താണ്? നെഗറ്റീവാണ്. കാരണം ഇവിടെ ടാൻ ആണ്
പോസിറ്റീവ്. അപ്പോൾ സൈൻ നെഗറ്റീവ് ആണ്, നെഗറ്റീവ് എന്ന് ഒന്നുകൂടി വരും. ഇവിടെ ഓൾറെഡി ഒരു നെഗറ്റീവ് ആണ്, അപ്പോൾ രണ്ടും കൂടി പ്ലസ് സൈൻ 45 എന്ന് വരും. സോ ആൻസർ വിൽ ബി 1/√2. ക്ലിയർ? ഈ ഒരു രീതിയിൽ വേണം നമ്മൾ എന്ത് ചെയ്യാൻ, പ്രോബ്ലത്തിനെ അപ്രോച്ച് ചെയ്യാൻ. ഓക്കെ, ഇനി വേറെ ചെറിയൊരു റിസൾട്ട് ഉണ്ട്, 2 റിസൾട്ട്സ് ഉണ്ട്, അതൊന്ന് എഴുതി വെച്ചേക്കുന്നത് നിങ്ങൾ. സൈൻ ഓഫ് തീറ്റ മൈനസ് 90 ഈക്വൽ ടു മൈനസ് സൈൻ ഓഫ് 90 മൈനസ് തീറ്റ. ഓക്കെ, ഈസ് ഈക്വൽ ടു, ഓക്കെ, സൈൻ ഓഫ് മൈനസ് 90 തീറ്റ, ഓക്കെ, ഈക്വൽ ടു സൈൻ ഓഫ് മൈനസ് ഓഫ് 90 മൈനസ് തീറ്റ ഈക്വൽ ടു കോസ് തീറ്റ മൈനസ് കോസ് തീറ്റ. ഇത് റിസൾട്ട് പോലെ പഠിച്ച് വെച്ചാൽ മതി. ഇത് ചിലപ്പോൾ നിങ്ങൾക്ക് കുറച്ച് കൺഫ്യൂസിങ് ആണ്, എന്നാലും വെറുതെ റിസൾട്ട് ആയതുകൊണ്ട് തരുന്നു എന്ന് മാത്രം കേട്ടോ. ടാൻ ഓഫ് തീറ്റ മൈനസ് 360 ഈക്വൽ ടു ടാൻ ഓഫ് മൈനസ് ഓഫ് 360 മൈനസ് തീറ്റ ഈക്വൽ ടു മൈനസ് ടാൻ ഓഫ് 360 മൈനസ് തീറ്റ ഈക്വൽ ടു ടാൻ തീറ്റ. ഓക്കെ, ഈ 2 റിസൾട്ടുകളൊന്ന് ഓർത്ത് വെച്ചാൽ മതി. ക്ലിയർ? അപ്പം ഇത് ഒറ്റ പ്രോബ്ലം വരണമെന്നില്ല, ചിലപ്പോൾ ഒരു എന്താണ് ഒരു സീരീസ് ഓഫ് സാധനങ്ങൾ തന്നിട്ട് അതിനെ മൾട്ടിപ്ലൈ ചെയ്യാൻ വേണ്ടി വരും. അപ്പോൾ അതിൻ്റെ ചെറിയൊരു എക്സാമ്പിൾ കൂടി നോക്കാം. കോസ് 570 ഇൻറ്റു സൈൻ 510 മൈനസ് സൈൻ 330 ഇൻറ്റു കോസ് 390, ഇങ്ങനെയൊക്കെ വരാം. ഓക്കെ, അപ്പോൾ അത് ഓരോന്നും നമ്മൾ എടുത്തെടുത്ത് മാറ്റി എഴുതിയിട്ട് വാല്യൂ കണ്ടുപിടിച്ചിട്ട് അവിടെ കൊടുത്താന്നാണ് നല്ലത്. അപ്പോൾ ആദ്യം കോസ് 570 നോക്കാം. കോസ് 570 എന്ന് പറഞ്ഞാൽ കോസ് ഓഫ് 360 പ്ലസ് 210, അപ്പോൾ കോസ് 210. ഓക്കെ, കോസ് 210 ഒന്നുകൂടി മാറ്റണം, കോസ് ഓഫ് 180 പ്ലസ് തീറ്റ 30 എന്നാക്കണം. അപ്പം കോസ് 180 പ്ലസ് തീറ്റ എന്ന് വെച്ചാൽ ഏതാ ക്വാഡ്രൻ്റ് വരിക, മൂന്നാമത്തെ ക്വാഡ്രൻ്റ് ആണ്, അപ്പോൾ നെഗറ്റീവ് വേണം. അവിടെ ടാനാണ് പോസിറ്റീവ്, അപ്പോൾ നെഗറ്റീവ് കോസ് 30 ആണ് ആൻസർ. ആൻസർ വരും -√3/2. ക്ലിയർ? അടുത്തത് സൈൻ 510. സൈൻ 510 എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് മാറ്റി ചെയ്താൽ സൈൻ 360 പ്ലസ് 150. സോ യുവർ ആൻസർ വിൽ ബി സൈൻ ഓഫ് 150 അല്ലെങ്കിൽ സൈൻ ഓഫ് 180 മൈനസ് തീറ്റ. 180 മൈനസ് തീറ്റ എന്ന് പറയുമ്പോൾ സൈൻ പോസിറ്റീവ് ആണ്, അപ്പോൾ പ്രശ്നം വരുന്നില്ല. ട്രിഗ്നോമെട്രീൻ്റെ ഇതും മാറ്റണ്ട. അപ്പോൾ സൈൻ 30 ആണ് എൻ്റെ ആൻസർ. ആൻസർ വിൽ ബി 1/2. ക്ലിയർ? ഇനി അടുത്തത് സൈൻ 330 ആണ്. അപ്പോൾ എന്ത് വരും, സൈൻ ഓഫ് 360 മൈനസ് 30 അല്ലേ. അപ്പോൾ സൈൻ ഓഫ് 360 മൈനസ് 30 എന്ന് പറഞ്ഞാൽ യു വിൽ ബി ഗെറ്റിംഗ് 360 മൈനസ് 30 എന്ന് പറഞ്ഞാൽ ഏതാ ക്വാഡ്രൻ്റ് വരിക, ഇറ്റ് വിൽ ബി 4th ക്വാഡ്രൻ്റ്. അവിടെ കോസ് മാത്രമേ ഉള്ളൂ പോസിറ്റീവ്, ബാക്കിയൊക്കെ നെഗറ്റീവ് ആണ്. അപ്പോൾ മൈനസ് സൈൻ 30, ആൻസർ വിൽ ബി 1/2. അടുത്തത് കോസ് ഓഫ് 390. കോസ് ഓഫ് 390 കോസ് ഓഫ് 360 പ്ലസ് 30 അല്ലേ. 360 പ്ലസ് 30 എന്ന് പറയുമ്പോൾ ഫസ്റ്റ് ക്വാഡ്രൻ്റ് അവിടെ എല്ലാം പോസിറ്റീവാണ്, അപ്പോൾ പ്രശ്നം വരുന്നില്ല. കോസ് 30 എന്ന് പറഞ്ഞാൽ ഇറ്റ് വിൽ ബി √3/2. അപ്പോൾ ഈ റിസൾട്ടുകളൊക്കെ കിട്ടിയ സ്ഥിതിക്ക് ഇവിടെ അപ്ലൈ ചെയ്യുക. കോസ് 570 എന്ന് പറഞ്ഞാൽ -√3/2 ഇൻറ്റു സൈൻ 510 എന്ന് പറഞ്ഞാൽ 1/2 മൈനസ് സൈൻ 330 എന്ന് പറഞ്ഞാൽ -1/2 ഇൻറ്റു √3/2. ക്ലിയർ? അപ്പം മൈനസ് √3/4 പ്ലസ് √3/4, ആൻസർ വിൽ ബി 0. ക്ലിയർ? ആൻസർ നമുക്ക് കിട്ടിയത്രയാണ് 0. അപ്പോൾ ഇങ്ങനത്തെ പ്രോബ്ലംസും ചോദിക്കാം. ഓക്കെ, ഇത്ര വലുത് ചോദിക്കുന്നില്ലെങ്കിൽ ഇതിൻ്റെ ചെറുതൊക്കെ എന്തായാലും ചോദിക്കാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മളെ ആംഗിൾസ് എന്ന് പറയുന്ന ടോപ്പിക്കിൽ നമുക്ക് എന്ത് ചെയ്യാനുള്ളത്, പഠിക്കാനുള്ളത്. ഓക്കെ, അപ്പോൾ ആ പ്രോബ്ലംസും കൂടി ഒന്ന് കൺസിഡർ ചെയ്യുക നിങ്ങൾ. ആ പ്രോബ്ലംസ് ഒന്ന് നോക്കാം. ഓക്കെ, ഇനി അടുത്തത് നമുക്ക് പഠിക്കാനുള്ളത് എന്താണെന്ന് വെച്ചാൽ നമ്മൾ അടുത്തൊരു ചാപ്റ്ററിലേക്കാണ് പോകുന്നത്. അതാണ് കോമ്പൗണ്ട് ആംഗിൾസ്. നമ്മൾ സിലബസിൽ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട് കോമ്പൗണ്ട് ആംഗിൾസ്. ഓക്കെ, ഇനിയൊക്കെ കുറേ ഫോർമുലകളും കാര്യങ്ങളൊക്കെ ആയിരിക്കട്ടെ വരിക. കൺസെപ്ച്വലായിട്ട് അങ്ങനെ സാധനങ്ങളൊന്നുമില്ല, കുറേ ഫോർമുലകളും കാര്യങ്ങളൊക്കെ ആയിരിക്കും വരിക. ഓക്കെ, അപ്പോൾ നോക്കാം. അപ്പം 2 ടൈപ്പ് കോമ്പൗണ്ട് ആംഗിൾ എന്നാണ് നമ്മുടെ കയ്യിലുള്ളത്. ഓക്കെ, അതിൽ കോമ്പൗണ്ട് ആംഗിൾ എന്ന് പറയുന്നത്, ശരിക്കും കോമ്പൗണ്ട് ആംഗിൾ എന്ന് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ നമ്മളെ ആംഗിൾസിൻ്റെ സം അല്ലെങ്കിൽ ഡിഫറൻസ്, 2-3 ആംഗിൾസിൻ്റെ സം അല്ലെങ്കിൽ ഡിഫറൻസ് ചെയ്യുന്നതിന് നമ്മൾ കോമ്പൗണ്ട് ആംഗിൾ എന്ന് പറയാം. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഈ A+B അല്ലെങ്കിൽ A-B അല്ലെങ്കിൽ A+B-C ഇങ്ങനത്തെയൊക്കെ സാധനത്തിനാണ് നമ്മൾ എന്ത് പറയുന്നത്, കോമ്പൗണ്ട് ആംഗിൾസ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പം ഇനി വരുന്ന സാധനങ്ങൾക്ക് ആംഗിളുകൾക്ക് ഇങ്ങനെയൊക്കെ ഉണ്ടാവും, ഒരു 30 + 30
അല്ലെങ്കിൽ 45 + 30 60 + 30 എന്നൊക്കെ പറഞ്ഞിട്ടാണ് ഉണ്ടാവുക. അപ്പോൾ രണ്ടെണ്ണത്തിന് അഡീഷൻ എന്ന് വേണമെങ്കിൽ പറയാം. അതുകൊണ്ട് തന്നെ 2 റൂളുകളുണ്ട്. റൂളുകൾ എഴുതി വയ്ക്കുക. ഫസ്റ്റ് അഡീഷൻ ഫോർമുലയുണ്ട്, അഡീഷൻ ഫോർമുല, അതുപോലെ സബ്ട്രാക്ഷൻ ഫോർമുലയും ഉണ്ട്. ഓക്കെ, അഡീഷൻ ഫോർമുലയുണ്ട്, അതുപോലെ സബ്ട്രാക്ഷൻ ഫോർമുലയുണ്ട്. ഇമ്പോർട്ടൻ്റ് ആണ്, സ്ഥിരമായിട്ട് ചോദിക്കുന്നത്. ഫസ്റ്റ് സൈൻ ഓഫ് എ പ്ലസ് ബി, ഇതെന്താണെന്ന് പഠിക്കുക. ഏതെങ്കിലും ഒരെണ്ണം പഠിക്കുക, ബാക്കി ഞാൻ പഠിക്കേണ്ടത് പറഞ്ഞുതരാം. ഓക്കെ, സൈൻ ഓഫ് എ പ്ലസ് ബി എന്ന് പറഞ്ഞാൽ സൈൻ എ കോസ് ബി പ്ലസ് കോസ് എ സൈൻ ബി. ഇതാണ് ഒന്നാമത്തെ സാധനം. ക്ലിയർ? ഇനി അടുത്തത് ഇതുപോലെ കോസ് എ പ്ലസ് ബി, ഇറ്റ് വിൽ ബി, ഇത് അങ്ങോട്ട് ഇത് കോസിൻ്റെ സാധനങ്ങൾക്കെല്ലാം ഫസ്റ്റ് രണ്ടും ഒരുമിച്ചുള്ള ടേംസാണ് വരിക എന്ന് ആലോചിക്കുക. അപ്പോൾ കോസ് എ കോസ് ബി മൈനസ് സൈൻ എ സൈൻ ബി. ക്ലിയർ? അടുത്തത് ടാൻ എ പ്ലസ് ബി, ഇറ്റ് ഈസ് ടാൻ എ പ്ലസ് ടാൻ ബി ഡിവൈഡഡ് ബൈ 1 മൈനസ് ടാൻ എ ടാൻ ബി. ക്ലിയർ? നിങ്ങൾ അഡീഷൻ മാത്രം പഠിച്ചു വെച്ചാൽ മതി. സബ്ട്രാക്ഷൻ വളരെ എളുപ്പത്തിൽ നമുക്ക് എന്ത് ചെയ്യാം, എഴുതാം. അപ്പം ആദ്യം പഠിക്കുക സൈൻ എ പ്ലസ് ബി എന്ന് പറഞ്ഞാൽ സൈൻ എ കോസ് ബി പ്ലസ് കോസ് എ സൈൻ ബി. കോസ് എ കോസ് ബി എന്ന് പറഞ്ഞാൽ കോസുള്ള ഒരുമിച്ചുള്ള ടേം എന്ന് ആലോചിച്ചാൽ മതി. കോസ് എന്ന് പറഞ്ഞാൽ ഒരുമിച്ചുള്ള ടേം. അപ്പോൾ കോസ് എ കോസ് ബി മൈനസ് സൈൻ എ സൈൻ ബി. ടാൻ എ പ്ലസ് ബി എന്ന് പറഞ്ഞാൽ ടാൻ എ പ്ലസ് ടാൻ ബി ഡിവൈഡഡ് ബൈ 1 മൈനസ് ടാൻ എ ടാൻ ബി. അപ്പോൾ ഈ കാര്യങ്ങളാണ് നോക്കേണ്ടത്. ഓക്കെ, ഇനി ഞാൻ സബ്ട്രാക്ഷൻ എഴുതാം. സൈൻ എ മൈനസ് ബി ഈക്വൽ ടു സൈൻ എ കോസ് ബി മൈനസ് കോസ് എ സൈൻ ബി. അടുത്തത് കോസ് എ മൈനസ് ബി ഈക്വൽ ടു കോസ് എ കോസ് ബി പ്ലസ് സൈൻ എ സൈൻ ബി. അടുത്തത് ടാൻ എ മൈനസ് ബി ഈക്വൽ ടു ടാൻ എ മൈനസ് ടാൻ ബി ഡിവൈഡഡ് ബൈ 1 പ്ലസ് ടാൻ എ ടാൻ ബി. ഓക്കെ, ഇത് പഠിക്കാൻ ഒരു പണിയില്ല, നിങ്ങൾ അഡീഷൻ മാത്രം പഠിക്കുക. സബ്ട്രാക്ഷൻ എഴുതുന്ന സമയത്ത് ചോദ്യം ചോദിക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ നിങ്ങൾ അപ്ലൈ ചെയ്യുന്ന സമയത്ത് സബ്ട്രാക്ഷൻ അഡീഷനിൽ എവിടെയൊക്കെ പ്ലസ് ഇട്ടോ അതൊക്കെ മൈനസ് ആക്കുക, എവിടെയൊക്കെ മൈനസ് ഇട്ടോ അതൊക്കെ പ്ലസ് ആക്കുക. കഴിഞ്ഞു. നിങ്ങൾ നോക്കിയാൽ മനസ്സിലാവും. സൈൻ എ പ്ലസ് ബിൻ്റെ സ്ഥലത്ത് സൈൻ എ മൈനസ് ബി ആക്കുക. ഇവിടെ ഫോമിലൊക്കെ മാറ്റമൊന്നുമില്ല. സൈൻ എ കോസ് ബി തന്നെയാണ്, ഇവിടെയും സൈൻ എ കോസ് ബി ആണ്. ഇവിടെ പ്ലസ് ഉള്ള സ്ഥലത്ത് ഇവിടെ മൈനസ് ആക്കുക. ഇവിടെ കോസ് എ കോസ് സൈൻ ബി ആണ്, ഇവിടെയും കോസ് എ സൈൻ ബി ആണ്. പിന്നെ കോസ് എ പ്ലസ് ബിൻ്റെ സ്ഥലത്ത് ഇവിടെ പ്ലസ് ആണ്, ഇവിടെ മൈനസ് ആണ്. കോസ് എ കോസ് ബി തന്നെയാണ്, മാറ്റങ്ങളൊന്നുമില്ല. ഇവിടെ മൈനസ് ആണ്, ഇവിടെ പ്ലസ് ആണ്. ടാൻ എ പ്ലസ് ബിൻ്റെ സ്ഥലത്ത് ഈ പ്ലസ് മാറ്റിയിട്ട് ഇവിടെ മൈനസ് ആക്കുക, ഇവിടെ പ്ലസ് മാറ്റിയിട്ട് ഇവിടെ മൈനസ് ആക്കുക, ഇവിടെ മൈനസ് ആക്കി ഇവിടെ പ്ലസ് ആക്കുക. കഴിഞ്ഞു. അതാണ് ഞാൻ പറഞ്ഞത്. ഈ ഫോമുല മാത്രം പഠിക്കുക. സൈൻ എ മൈനസ് ബിൻ്റെ സമയത്ത് നിങ്ങൾ സൈൻ എ പ്ലസ് ബിൻ്റെ സ്ഥലത്ത് എന്ത് ചെയ്യുക, മൈനസ് ആക്കി കൊടുക്കുക. വേറെ പരിപാടിയൊന്നുമില്ല. ഓക്കെ, അപ്പോൾ ഇതാണ് അതിൻ്റെ ടെക്നിക്ക്. അടുത്തത് എങ്ങനെയാണ് ക്വസ്റ്റ്യൻ വരികയെന്ന് വെച്ചാൽ ഇങ്ങനെയാണ് വരിക. ഇഫ് കോസ് എ ഈക്വൽ ടു 3/5, അതുപോലെ ടാൻ ബി ഈസ് ഈക്വൽ ടു 5/12, ഫൈൻഡ് സൈൻ ഓഫ് എ പ്ലസ് ബി കോസ് ഓഫ് എ മൈനസ് ബി. ഇങ്ങനെയാണ് ക്വസ്റ്റ്യൻ ഉണ്ടാവുക. സൈൻ എ പ്ലസ് ബിന്നും കോസ് എ മൈനസ് ബിന്നും കാണാമെന്നൊക്കെ പറഞ്ഞിട്ടുള്ള ആ ഒരു രീതിയിലുള്ള ക്വസ്റ്റ്യൻസാണ് എന്ത് ചെയ്യുക, ഉണ്ടാവുക. ഓക്കെ, അപ്പോൾ നമ്മൾ ആദ്യം എന്ത് ചെയ്യണമെന്ന് പറഞ്ഞാൽ നമ്മൾ സൈൻ എ പ്ലസ് ബീൻ്റെ ഫോർമുല അപ്ലൈ ചെയ്യാം. പക്ഷേ ആ ഫോർമുല അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ഓക്കെ, ആ ഫോർമുല അപ്ലൈ ചെയ്യുന്നത് തെറ്റൊന്നുമില്ല. പക്ഷേ നമുക്ക് അതിൽ കുറേ ക്വാണ്ടിറ്റീസ് വേണ്ടി വരും. അപ്പോൾ നമുക്ക് ആദ്യം ഫോർമുല അപ്ലൈ ചെയ്യാം, അതാണ് നല്ലത്. അപ്പോൾ സൈൻ ഓഫ് എ പ്ലസ് ബി, അപ്പോൾ നമുക്കറിയാമല്ലോ അതൊക്കെ വേണ്ടത്. അപ്പം സൈൻ എ കോസ് ബി പ്ലസ് കോസ് എ സൈൻ ബി. ഓക്കെ, അപ്പം സൈനെ നമുക്കിതിൽ കോസെ അറിയാം, കോസെ മാത്രമേ അറിയുള്ളൂ. പക്ഷേ സൈൻ ബി കിട്ടണം, കോസ് ബി കിട്ടണം, സൈൻ എ കിട്ടണം, ശരിയല്ലേ? അപ്പോൾ നമുക്ക് വേറൊരു ക്വാണ്ടിറ്റിയും കൂടി തന്നിട്ടുണ്ടല്ലോ. അപ്പോൾ കോസേൻ്റെ നമുക്ക് സൈൻ എ കിട്ടും. കോസേന്ന് നമുക്ക് എങ്ങനെ സൈൻ എ കിട്ടും? കോസ് എ എന്ന് നമുക്ക് എങ്ങനെ സൈൻ എ കിട്ടും? √1 മൈനസ് കോസ് സ്ക്വയർ എ ആണ് നമ്മുടെ എന്ത്, സൈൻ സ്ക്വയർ അല്ല സോറി സൈൻ എ, ശരിയല്ലേ? അപ്പോൾ √1 മൈനസ് 3/5ൻ്റെ സ്ക്വയർ ആണ് നമ്മുടെ സൈൻ എ. അപ്പോൾ √25 മൈനസ് 9/25 ദാറ്റ് ഈസ് ഈക്വൽ ടു സൈൻ എ. അപ്പോൾ √16/25 ഈക്വൽ ടു സൈൻ എ. സൈൻ എ എന്ന് പറഞ്ഞാൽ എന്താണ്? 4/5. അപ്പോൾ സൈൻ എ കിട്ടി, നമുക്കിത് കിട്ടി 4/5 ഇൻറ്റു
കോസ് എ നമുക്ക് കിട്ടിയാണ് 3/5. ഇനി നമ്മൾ കാണേണ്ടതാ കോസ് ബിയും കാണണം സൈൻ ബി കാണണം, ശരിയല്ലേ? അതിനാണ് നമുക്ക് ഈ ടാൻ തന്നിരിക്കുന്നത്. ഈ ടാൻ തന്നെ ഉടനടി നമുക്ക് എന്ത് ചെയ്താം, sec² A അല്ലെങ്കിൽ sec² B അല്ലേ ഇവിടെ, അപ്പോൾ ഏതാണ് തന്നിരിക്കുന്നത് അത് sec² B മൈനസ് tan² B = 1 അല്ലേ? അപ്പോൾ ഇതിൻ്റെ അകത്ത് നിന്ന് sec² B എന്ന് പറഞ്ഞാൽ എന്താ 1 + tan² B. അപ്പോൾ ഇറ്റ് വിൽ ബി 1 + 25 ബൈ അങ്ങ് സ്ക്വയർ ചെയ്താൽ അതാണല്ലേ 5/12 ഓക്കെ. അപ്പോൾ അത് നമ്മൾ ചെയ്യുമ്പോൾ എത്ര കിട്ടും? വിൽ ബി ഗെറ്റിംഗ് 1 + 25/144. സോ ഇറ്റ് വിൽ ബി 169/144. അതായത് ഇതിൻ്റെ അകത്ത് നിന്ന് sec B എന്ന് പറയുന്ന sec B മാത്രം എഴുതുവാണെങ്കിൽ എങ്ങനെ കിട്ടും? ഇതിൻ്റെ റൂട്ട് എടുത്താൽ മതി. അപ്പോൾ എത്ര കിട്ടും? 13/12 അല്ലേ? നമ്മളോട് sec B അല്ല നമുക്കറിയണം, നമുക്ക് cos B ആണ് അറിയേണ്ടത്. cos B എന്ന് പറഞ്ഞാൽ sec B ൻ്റെ ഇൻവേഴ്സ് അല്ലേ, അപ്പോൾ 12/13. അപ്പോൾ ഇവിടെ എഴുതുക cos B എന്ന് പറഞ്ഞാൽ എത്രയാണ്? 12/13. ക്ലിയർ? ഇനി ഇതുപോലെ തന്നെ നമ്മൾ എന്തും കാണണം, സൈൻ ബി കാണണം അല്ലേ? സൈൻ ബി എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ഇവിടെ കോസ് ബി കിട്ടിയ സ്ഥിതിക്ക് സൈൻ ബി ഈസി ആയിട്ട് കിട്ടും. എന്താണ് സൈൻ ബി? സൈൻ ബി എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് √1 - cos² B. സോ ആൻസർ വിൽ ബി √1 - 12/13 that will be √1 - 144/169. so it will be √169 - 144/169. so answer will be √25/169. so it will be 5/13 അല്ലേ? അപ്പോൾ സൈൻ ബി നമുക്ക് എന്ത് എഴുതാം? 5/13 എഴുതാം. ഇനി സാധാ മൾട്ടിപ്ലൈ ചെയ്യുക. എന്തൊക്കെയാണ് നമുക്ക് മൾട്ടിപ്ലൈ ചെയ്യാൻ കയ്യിലുള്ളത് നമുക്ക് എന്ത് ചെയ്യാം നോക്കാം. ഏതൊക്കെയാണ് നമ്മുടെ കയ്യിലുള്ളത്? ഇവിടെ 5 കട്ടായി പോകും, അതുപോട്ടെ ഇവിടെ കട്ടിംഗ് ഒന്നുമില്ല അല്ലേ? അപ്പോൾ ആൻസർ വിൽ ബി 12 × 3 എന്ന് പറഞ്ഞാൽ 36. ഓക്കെ, അത് കട്ട് ചെയ്യണ്ട, കാരണം എന്ന് വെച്ചാൽ നമുക്ക് ഡിനോമിനേറ്റർ സെയിം ആയി കിട്ടണ്ടേ. അപ്പോൾ 13 × 5 എത്രയാണ്? 13 × 5 15 65. അപ്പോൾ 65 ഡിനോമിനേറ്ററിൽ വെക്കുക. പിന്നെ ഇവിടെ 36 മുകളിൽ 36 + 15. സോ ആൻസർ വിൽ ബി എത്രയാണ്? 36 + 15. കോസ് എ എത്രയാണ്? ചെറിയൊരു മിസ്റ്റേക്ക് വന്ന പോലെ. കോസ് എ കറക്റ്റ് തന്നെയാണല്ലോ അല്ലേ? ആ കറക്റ്റാണ് 15. അപ്പോൾ ആൻസർ വിൽ ബി 36 + 15 അല്ലേ? 36 + 15 എന്ന് പറയുമ്പോൾ 36 + 15 11 51 അല്ലേ? 51/65. ഓക്കെ, നിങ്ങളൊന്ന് വെരിഫൈ ആണ് ഇത് ശരിയല്ലെന്ന് നോക്കണേ. സൈൻ എ എന്ന് പറഞ്ഞാൽ 4/5 ശരിയാണ്. കോസ് ബി എന്ന് പറഞ്ഞാൽ 12/13 പ്രശ്നമൊന്നുമില്ല. കോസ് എ എന്ന് പറഞ്ഞാൽ 3/5 ആണ്. സൈൻ ബി എന്ന് പറഞ്ഞാൽ എത്രയാണ്? 5/13. പ്രശ്നമൊന്നുമില്ലല്ലോ. ഇത് പ്രശ്നം ഇതാണ് കേട്ടോ. 12 × 4 48 അല്ലേ ഗൈസ്? അതാണ് ഞാൻ എവിടെ ഒരു മിസ്റ്റേക്ക് പറ്റി തോന്നി. അപ്പോൾ 48 + 15 ആണ് ചെയ്യേണ്ടത്. അപ്പോൾ എത്രയാണ്? 63 കേട്ടോ. അപ്പോൾ ആൻസർ 63/65 ആണ്. ഓക്കെ, അപ്പോൾ അത് കഴിഞ്ഞു. ഇനി ഇതേപോലെ തന്നെ നമുക്ക് എല്ലാ വാല്യൂസും തന്നിട്ടുണ്ട്. ഇതുപോലെ തന്നെ നമുക്ക് cos A - B കാണണം. അപ്പോൾ cos A - B എങ്ങനെ കാണാം? cos A cos B ഇവിടെ മൈനസ് ആണ് വരിക ഉള്ളിൽ അല്ലല്ലോ, പ്ലസ് അല്ലേ? പ്ലസ് സൈൻ A sin B. ഓക്കെ, വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. cos A എന്ന് പറഞ്ഞാൽ 3/5 × 12/13. പിന്നെ ഏതാ സൈൻ A എന്ന് പറഞ്ഞാൽ 4/5 5/13 അല്ലേ? 4/5 5/13. യുവർ ആൻസർ വിൽ ബി 56 അല്ല 20 36 കറക്റ്റ് 65. ക്ലിയർ? അപ്പോൾ ഈ ഒരു മെത്തേഡിലാണ് എന്ത് ചെയ്യുക ചോദിക്കുക. അല്ലെങ്കിൽ കുറച്ചും കൂടി സിമ്പിൾ ചോദ്യമാണ് ചോദിക്കുന്നതെങ്കിൽ നമുക്ക് tan A 3/4 tan B 5/12 tan A - B കാണാൻ പറയും. അപ്പം ഫോർമുല അപ്ലൈ ചെയ്ത് tan A - B എന്താ? tan A - tan B / 1 + tan A tan B. ക്ലിയർ? tan A എന്ന് പറഞ്ഞാൽ 3/4 -tan B എന്ന് പറഞ്ഞാൽ 5/12 / 1 + 3/4 × 5/12. സോ ആൻസർ വിൽ ബി 36. LCM എടുക്കുക അല്ലേ? 36 - 20/48 ഡിവൈഡഡ് ബൈ 12 48 അല്ലേ? 48 + 15 ഡിവൈഡഡ് ബൈ 48. സോ ആൻസർ വിൽ ബി 16 ഡിവൈഡഡ് ബൈ 48 കട്ടാവും 16 ഡിവൈഡഡ് ബൈ 63. ദിസ് ഈസ് യുവർ ആൻസർ. ക്ലിയർ? അപ്പോൾ ഇതുപോലെയാണ് എന്ത് ചെയ്യേണ്ടത്? ഫോർമുലകൾ അപ്ലൈ ചെയ്തിട്ട് മാറ്റി മാറ്റി എഴുതേണ്ടത്. ഓക്കെ, അപ്പോൾ ഇതുപോലത്തെ ചോദ്യങ്ങൾ എന്ത് ചെയ്യാം ചോദിക്കാം. അപ്പോൾ ഫോർമുല തറവാണെങ്കിൽ മാത്രമേ ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? ആൻസർ ചെയ്യാൻ വേണ്ടി പറ്റുള്ളൂ.
അതുകൊണ്ട് ഈ ടൈപ്പ് പ്രോബ്ലംസ് ഒന്ന് പ്രാക്ടീസ് ചെയ്യുന്നത് നന്നായിരിക്കും. പ്രാക്ടീസ് ചെയ്യാണ്ടത് കിട്ടില്ല, കാരണം നമ്മൾക്ക് കുറച്ചൊരു ഐഡിയ വേണം, എന്നാൽ മാത്രമേ ഇങ്ങനത്തെ പ്രോബ്ലംസൊക്കെ ഹാൻഡിൽ ചെയ്യാൻ വേണ്ടി പറ്റുള്ളൂ. ഓക്കെ, ഇനി വേറൊരു ടൈപ്പ് ഒരു പ്രോബ്ലം കൂടിയുണ്ട്. ഇതിൽ വരുന്ന ഒരു ടൈപ്പ് ഓഫ് പ്രോബ്ലമാണ്, അതും കൂടി ചെയ്തു തരാം. നമുക്ക് ടാൻ എ തരും. ഓക്കെ, ടാൻ എ 1/2, ടാൻ ബി 1/3. ഓക്കെ, നമ്മൾ എ പ്ലസ് ബി എത്രയാണെന്ന് അറിയണം. ഓക്കെ, അപ്പോൾ ഇതൊരു പ്രൂഫാണ്. ആക്ച്വലി എ പ്ലസ് ബി π/4 ആണെന്ന് പ്രൂവ് ചെയ്യാനാണ് ചോദിക്കുന്നത്. ഓക്കെ, പിന്നെ ട്രിഗണോമെട്രി ഞാൻ നിങ്ങളോട് പറഞ്ഞു. ട്രിഗണോമെട്രി നിങ്ങൾ ചെയ്യുവാണെങ്കിൽ ഏറ്റവും ബെസ്റ്റ് ഓപ്ഷനുകളിൽ എടുത്തിട്ട് എന്ത് ചെയ്യുക, അപ്ലൈ ചെയ്യുക. ഞാൻ കുറച്ച് ക്വസ്റ്റ്യൻസ് ലാസ്റ്റ് എങ്ങനെ ഉണ്ടാകുമ്പോൾ കൊണ്ടുതരാം. ഓക്കെ, അപ്പം എന്താ വെച്ചാൽ ക്വസ്റ്റ്യൻ ഈ സാധനം എടുത്തിട്ട് ഓപ്ഷൻ നോക്കുക, എന്നിട്ട് ആ ഓപ്ഷനിൽ ചിലപ്പോൾ ഇതിൻ്റെ വാല്യൂസ് ഉണ്ടാവും, എയും ബി എന്നൊക്കെ ഉണ്ടാവും. അപ്പോൾ അതെടുത്തിട്ട് എന്ത് ചെയ്യുക, സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് നോക്കി ആൻസർ കിട്ടും കേട്ടോ. അത് കുറച്ച് എളുപ്പമുള്ള പരിപാടിയാണ്. അതാണ് ട്രിഗണോമെട്രിയിൽ കുറച്ചും കൂടി എളുപ്പം അപ്ലൈ ചെയ്യാൻ. ഓക്കെ, അപ്പോൾ അതൊന്ന് നോക്കാം. അപ്പോൾ ഇതാണ് പ്രൂവ് ചെയ്യേണ്ടത്. നിങ്ങളൊന്ന് പ്രൂവ് ചെയ്ത് നോക്കിക്കോ. അത് നിങ്ങൾ ഒരു ക്വസ്റ്റ്യൻ പോലെ എടുത്തോ. ടാൻ എ 1/2 എന്നും ടാൻ ബി 1/3 എന്നാണല്ലേ. ഷോ ദാറ്റ് എ പ്ലസ് ബി ഈക്വൽ ടു π/4 എന്ന് പ്രൂവ് ചെയ്യണം. π/4 എന്ന് പറഞ്ഞാൽ 180/4, അതായത് എത്രയാണ്, 45. ക്ലിയർ? അപ്പം എ പ്ലസ് ബി 45 ആണെന്ന് പറയുമ്പോൾ ഇവിടെ ടാനും പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമുക്കറിയാം ടാൻ 45 എത്രയാണ്, 1 ആണ് അല്ലേ. അപ്പം അവർ ഉദ്ദേശിക്കുന്നത് എന്ത് കാണാനാണ്, ടാൻ എ പ്ലസ് ബി കാണാനാണ് ഉദ്ദേശിക്കുന്നത്. അതായത് ഇത് 45 എന്ന സാധനം ടാൻ 45 അല്ലേ പറയുന്നത്. അപ്പോൾ ടാൻ 45 1 ആണ്. അപ്പോൾ അവർ ഉദ്ദേശിക്കുന്നത് ടാൻ എ പ്ലസ് ബി കാണാനാണ്. ടാൻ എ പ്ലസ് ബി കാണാൻ ടാൻ എ പ്ലസ് ടാൻ ബി ഡിവൈഡ് ബൈ 1 - ടാൻ എ ടാൻ ബി അല്ലേ. അത് വെച്ചിട്ട് എന്ത് ചെയ്യാം, നമുക്ക് ആൻസർ ചെയ്യാം. അപ്പോൾ ആൻസർ കിട്ടും. ആൻസർ നിങ്ങൾക്ക് ചെയ്ത് വരുമ്പോൾ 1 എന്ന് കിട്ടും. ക്ലിയർ? അപ്പോൾ അതാണ് ഒരു ടൈപ്പ് ഓഫ് പ്രോബ്ലം. പിന്നെ ഒരു ടൈപ്പ് ഓഫ് പ്രോബ്ലം ഇതുപോലെ തന്നെ ടാൻ എ പ്ലസ് ബി 45 തരും. എന്നിട്ട് നിങ്ങളോട് കാണാൻ പറയും 1 + ടാൻ എ × 1 + ടാൻ ബി എത്രയാണ്. ഇത് കാണാവുന്നതേ ഉള്ളൂ. ഇതും ഈ ടാൻ എ പ്ലസ് ബിൻ്റെ പരിപാടി തന്നെയാണ്. ടാൻ എ പ്ലസ് ബി എന്ന് പറയുമ്പോൾ ടാൻ എന്താണ്, ടാൻ 45 എത്രയാണ്, 1 ആണ് അല്ലേ. അപ്പോൾ ടാൻ എ പ്ലസ് ബി എന്ന് പറഞ്ഞാൽ ടാൻ എ പ്ലസ് ടാൻ ബി ഡിവൈഡഡ് ബൈ 1 - ടാൻ എ ടാൻ ബി. ക്ലിയർ? അപ്പം പിന്നെ അപ്പോൾ ഇത് ചെയ്യുമ്പോൾ കാര്യം ഒന്ന് ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ ഇവിടെ ക്വസ്റ്റ്യനിൽ 1 + ടാൻ എ × 1 + ടാൻ ബി തന്നിട്ടുണ്ട് അല്ലേ. അപ്പോൾ അതെന്താണെന്ന് നമുക്ക് നോക്കാം അല്ലേ. അപ്പം ഇതെന്താ സാധനം, ഇത് 1 × 1 1, ഇത് എക്സ്പാൻഡ് ചെയ്ത് നോക്കുക. അപ്പോൾ 1 + ടാൻ ബി പ്ലസ് ടാൻ എ പ്ലസ് ടാൻ എ ടാൻ ബി ആണ്. ശരിയല്ലേ? അപ്പം നമ്മൾ ഈ ഒരു സാധനത്തിൽ നിന്ന് വേണം നമ്മൾ ഇതിലേക്ക് എത്താൻ വേണ്ടിയിട്ട്. ഓക്കെ, അപ്പോൾ നമ്മൾ ഇതിനെ ഒന്നും കൂടി ഒന്ന് എക്സ്പാൻഡ് ചെയ്ത് നോക്കാം. അപ്പം ഇവിടെ ഇപ്പുറത്ത് എഴുതാം, നമ്മുടെ കയ്യിലുള്ളത് ടാൻ എ പ്ലസ് ടാൻ ബി ഡിവൈഡഡ് ബൈ 1 - ടാൻ എ ടാൻ ബി എന്ന് പറഞ്ഞാൽ എത്രയാണ്, 1 ആണ്. ഇതിനെ ഇങ്ങോട്ടേക്ക് എടുക്കുക. അപ്പോൾ ടാൻ എ പ്ലസ് ടാൻ ബി ഈക്വൽ ടു 1 - ടാൻ എ ടാൻ ബി. ഓക്കെ, ഇതിന് ഇങ്ങോട്ടേ എടുത്താൽ ടാൻ എ പ്ലസ് ടാൻ ബി പ്ലസ് ടാൻ എ ടാൻ ബി ഈക്വൽ ടു 1. ക്ലിയർ അല്ലേ? അപ്പം നിങ്ങൾ നേരത്തെ നമ്മൾക്ക് ക്വസ്റ്റ്യൻ എന്തായിരുന്നു, 1 + ടാൻ എ × 1 + ടാൻ ബി ആയിരുന്നു. ശരിയല്ലേ? ഇത് എക്സ്പാൻഡ് ചെയ്യുമ്പോൾ എന്ത് കിട്ടി, 1 + ടാൻ ബി പ്ലസ് ടാൻ എ പ്ലസ് ടാൻ എ ടാൻ ബി. ഓക്കെ, അപ്പം ഈ സാധനത്തിലേക്ക് നമ്മൾ അപ്രോച്ച് ചെയ്യുവാണ്. നമ്മളോട് ചോദിച്ചിരിക്കുന്ന സാധനം ഇതാണ് ശരിക്കും. അപ്പോൾ ഇതിൽ ഇത്രയും ടേം നമുക്ക് കിട്ടി അല്ലേ. ഇത്രയും ടേം നമുക്ക് എന്ത് ചെയ്തിട്ടുണ്ട്, കിട്ടി. ഇനി ഇതിൻ്റെ കൂടെ എന്ത് ചെയ്താൽ മതി, ഒരു 1 ആഡ് ചെയ്ത് കൊടുത്ത ആൻസറായി അല്ലേ. അപ്പോൾ ഈ ടേമിൻ്റെ കൂടെ, അപ്പോൾ ഈ ടേം എന്ന് പറയുന്നത് അപ്പോൾ നമ്മൾ എങ്ങനെ ചെയ്യണം, ഇതിൻ്റെ കൂടെ ഒരു 1 ആഡ് ചെയ്ത് കൊടുത്താൽ നമ്മുടെ 1 ഇവിടെ മാത്രം ആഡ് ചെയ്ത് കൊടുത്താൽ അപ്പോൾ ഇവിടെ ആഡ് ചെയ്യണം. അപ്പോൾ ഈ ടേമിൻ്റെ കൂടെ ഒരു 1 ആഡ് ചെയ്ത് കൊടുത്താൽ അതുപോലെ തന്നെ ഈ 1 ആഡ് ചെയ്ത് കൊടുത്താൽ ഈ ക്വസ്റ്റ്യൻ ആയി. ശരിയല്ല? അപ്പോൾ ഈ ടേമിൻ്റെ കൂടെ 1 ആഡ് ചെയ്ത് കൊടുക്കുമ്പോൾ ഇപ്പുറത്ത് ആഡ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ ആൻസർ എന്താണ്, 1 + 1. സോ ആൻസർ വിൽ ബി 2. ക്ലിയർ? അപ്പോൾ അതാണ് എൻ്റെ ചോദ്യം. അപ്പോൾ ഇങ്ങനെ കുറച്ച് നിങ്ങളൊന്ന് നോക്കി ചെയ്യേണ്ടി വരും. ഏറ്റവും ബെസ്റ്റ് ഈ ആംഗിൾസിലൊക്കെ വന്നു കഴിഞ്ഞാൽ നിങ്ങൾ ആംഗിൾസ് പുട്ട് ചെയ്തിട്ട് എന്ത് ചെയ്താൽ മതി. ഓക്കെ, അതൊക്കെ ഓപ്ഷനിൽ ഉണ്ടാവും. അപ്പോൾ അങ്ങനത്തെ ഏതെങ്കിലും പ്രോബ്ലംസ് ഉണ്ടെങ്കിൽ ഞാൻ എന്ത് ചെയ്യാം, പിക്ക് ചെയ്ത് കൊണ്ടുവരാം എന്തായാലും. ഓക്കെ, അപ്പോൾ അത് നിങ്ങളൊന്ന് നോക്കുക. ഈ ഒരു ടൈപ്പ് ചോദിച്ച് കാണാറുണ്ട്. ഓക്കെ,
ബാക്കിയൊക്കെ കുറച്ച് tedious പ്രോസസ്സായിട്ടുള്ള ചോദ്യങ്ങളാണ്, അതൊന്നും ചോദിക്കാൻ സാധ്യതയില്ല. ഭയങ്കരമായ റേഞ്ച് ക്വസ്റ്റ്യൻസൊക്കെ ചോദിക്കാനുള്ള സാധ്യത വളരെ കുറവാണ്. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് അങ്ങനെ ഡീറ്റെയിൽ ആയിട്ട് അങ്ങനെ പോകേണ്ട ആവശ്യമൊന്നുമില്ല. ചെറിയ ക്വസ്റ്റ്യൻസൊക്കെ ചോദിക്കാൻ ചാൻസ് ഉള്ളൂ. ഓക്കെ അല്ലേ? അപ്പം അങ്ങനത്തെ പ്രോബ്ലംസ് എന്ത് ചെയ്യുക, ഒന്ന് പ്രാക്ടീസ് ചെയ്യുക. ബാക്കി പ്രീവിയസ് ക്വസ്റ്റ്യൻ നമ്മളന്ന് ചെയ്തില്ല, അപ്പോൾ ടാൻ്റെ ഒക്കെ ട്രിഗ്നോമെട്രിക്ക് ആ ഒരു ചെറിയ ടൈപ്പൊക്കെ ചോദിക്കുകയുള്ളൂ. ഓക്കെ, അപ്പം അതൊന്ന് പ്രാക്ടീസ് ചെയ്ത് നോക്കുക. ഓക്കെ, അപ്പോൾ ഇനിയും നമുക്ക് ട്രിഗ്നോമെട്രിയിൽ ഒരു കുറച്ചും കൂടി പോർഷൻസും കൂടി നമുക്ക് എന്ത് ചെയ്യാറുണ്ട്, കവർ ചെയ്യാനുണ്ട്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, അടുത്ത വീഡിയോയിൽ നമുക്ക് എന്ത് ചെയ്യാം, അത് കവർ ചെയ്യാം. ഓക്കെ, അപ്പം വി വിൽ ബി സീയിങ് ഇൻ യുവർ നെക്സ്റ്റ് ക്ലാസ്. ഓക്കെ ദെൻ, താങ്ക് യു.